ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രലയുടെ നമ്മുടെ ഈ റൗണ്ട് എന്ന് പറയുന്നത് ഒരു കുമ്പസാര റൗണ്ട്. എല്ലാവർക്കും അറിയാം, കൺഫെഷൻ റൗണ്ട്. ഈ റൗണ്ടില് അവരുടെ ആരോടും പറയാത്ത ഭാര്യയോടായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളോടായിരിക്കാം, ബന്ധുക്കളോടായിരിക്കും, ആരോടെങ്കിലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു സത്യം, ഒരു രഹസ്യം അവരോട് വെളിപ്പെടുത്താൻ പോകുന്നു. അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട തൊടുപുഴക്കാരായ സണ്ണിച്ചിനെയും റാണിയെ. എന്താണ് വല്ല സിനിമയിൽ വല്ല ഓഫറുകളൊക്കെ വന്നു എന്നൊക്കെ കേൾക്കണുണ്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി. സത്യമാണോ? ചെറിയൊരു വില്ലൻ വേഷം. വില്ലൻ വേഷത്തില ഞാൻ ഒരു നാടൻ സ്റ്റൈല്. അപ്പൊ അത് ഞാൻ 95 ഒരു കഥയാണ് നാട്ടിൻപുറത്തെ. അപ്പൊ അതിനകത്ത് ചെറിയൊരു വില്ലൻ. കഴിഞ്ഞു പോയ സിനിമയിൽ അഭിനയിക്കാനായിരുന്നോ? അല്ല അല്ല, കഴിഞ്ഞു പോയോ? അല്ല, അപ്പൊ പുള്ളിയെ വിളിച്ചു. അപ്പൊ ഞാനെപ്പറ്റി സ്റ്റഡി ചെയ്യണത് ജെന്യൂൻ ആണോ, എങ്ങനെയാണോ, ശരിക്കുള്ള ഡയറക്ടർ ആണോ, നല്ല കഥയാണോ, സന്തോഷ് പണ്ഡിറ്റാണോ, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വന്നു. അതിപ്പോ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇപ്പം റിമി ചോദിച്ചോണ്ട് പറയുന്നത് പെട്ടെന്ന് എന്റെ ഉള്ളിൽ തോന്നിയാട്ടോ, അല്ലാണ്ട് ഞാൻ ആരും കൂടെ പറഞ്ഞറിഞ്ഞല്ല. എന്തായാലും നല്ല നല്ല കാര്യങ്ങളൊക്കെ, നല്ല ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ, ജീവിതത്തിൽ പല 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 നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഇപ്പത്തെ ഈ റൗണ്ട് അറിയാലോ, ഒരു കുമ്പസാര റൗണ്ടാണ്. തീർച്ചയായിട്ടും സണ്ണിച്ച എന്തൊക്കെയോ കരുതി കൂട്ടി എന്തൊക്കെയോ വെളിപ്പെടുത്താൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരാളോട് ക്ഷമ സോറി പറയാനുണ്ട്. ആരോടാ? എന്റെ ചേട്ടന്റെ മദറിലോട്. ചേട്ടന്റെ മദറിലോട്? ചേട്ടത്തേമ്മയോട്. കാരണം ആ ഒരു ഇഷ്യൂ ഇവിടെ നേരത്തെ ഫ്ലോറിൽ സംസാരിച്ചിട്ടുണ്ട്. ചേട്ടന്റെ ഒരു ഇഷ്യൂ സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ഫാമിലി അടിച്ച് ഗ്യാപ്പായി പോയി. അപ്പൊ അത് സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു പ്രാവശ്യം അവിടെ വെച്ചൊരു ചേട്ടനാരോട് വഴക്കടിയുണ്ടായി ആലുവ താമസിക്കുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്നെ അമ്മച്ചി വിളിച്ചിട്ട് ഫോണിലൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചേട്ടനോട് അത് ഭയങ്കര ഉഴപ്പം. പിന്നെ അമ്മച്ചിക്ക് എന്നോട്, അമ്മച്ചിയും അവരാണ് അവിടെ തൊട്ടടുത്തുള്ളവന്റെ അടുത്ത്, ഞാൻ ഒത്തിരി ദൂരെ. പിന്നെ ചാച്ചൻ മരിച്ചുകൂടി പെങ്ങളുടെയും ചേട്ടന്റെയും അമ്മയുടെ എല്ലാ ഉത്തരവാദിത്വം എന്റെ തലയിലായി. അപ്പൊ ആ സമയത്ത് അത്രയും നമ്മൾ ടൈറ്റായ സമയത്ത് എന്നെ വിളിച്ചിട്ട് അമ്മച്ചി ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു. പക്ഷെ അമ്മച്ചി പറഞ്ഞാൽ അമ്മച്ചിന് ഇപ്പൊ കുറ്റം പറയണമല്ല. ചിലപ്പോ അമ്മച്ചി എന്റെ ഒരു പെങ്ങൾക്കാണ് അവസ്ഥ വന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ അമ്മ അങ്ങനെ എന്നെ പ്രതികരിക്കും. എന്നെ വലിയ കാര്യമൊക്കെ ഞാൻ ചെന്നാലും എന്നോട് ഭയങ്കര സ്നേഹം കിട്ടും. ഞാൻ ചേട്ടനേക്കാൾ കൂടുതൽ എന്റെ സ്നേഹം. കാര്യം അത്രയ്ക്ക് ചെന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ അങ്ങനെ അത്രയും ഇതാണ് അടുപ്പാ. പക്ഷെ അമ്മച്ചി ഇങ്ങനെ ഞാൻ ആപ്പടെ മാനസികമായ ഒരു പിരിമുറിയ സമയത്ത് എന്തോ ഓഫീസ് ഞാൻ പെട്ടെന്ന് ഓഫീസ് വീട്ടിൽ വന്ന് ഇരിക്കുക, സിറ്റോട്ട് ഇരിക്കുക. പെട്ടെന്ന് അമ്മച്ചിയുടെ ഫോൺ രാത്രി അവന് ഒരു 8:30 അത് ചേട്ടൻ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി സണ്ണിച്ചം വേണമെങ്കിൽ വന്ന് വിളിച്ചോണ്ട് പോക്കണം, ഇത് ബുദ്ധിമുട്ടാണ്, ഞാൻ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുന്നു. അമ്മച്ചിയുടെ അപ്പോഴത്തെ ഇമോഷണൽ പറഞ്ഞയക്കാം. എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമായി. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ അമ്മച്ചി തെറിയൊന്നും വിളിച്ചില്ല, എനിക്ക് മനസ്സിൽ ഒരുപാട് ദേഷ്യം വന്നു. അങ്ങനെയാണ്, നിങ്ങളാണ് നശിപ്പിച്ചത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ചൂടായി അമ്മ. അത് അമ്മച്ചിക്ക് ഭയങ്കര ഇതായി. അതോടുകൂടി എനിക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടായി. അപ്പൊ അമ്മച്ചിയുടെ പിന്നെ ബ്രദറുമായിട്ടുള്ള റിലേഷനും അല്ലെ, ബ്രദറുടെ റിലേഷനും. അപ്പൊ ബ്രദർ ആ വിഷയത്തിൽ ബ്രദർ എപ്പോഴും കുറ്റക്കാരനായിരുന്നു. പുള്ളി സറണ്ടറാ. പുള്ളി എന്റെ അടുത്ത് പറയാം അങ്ങനെ ഇങ്ങനെ പറയാം. ഞാൻ പുള്ളി തെറ്റുകാരനാണല്ലോ. പിന്നെ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ സമയങ്ങൾ ഇപ്പൊ ഒരു വർഷമാകുമ്പോൾ ആ ടൈമിലാണ് ഞങ്ങളിപ്പോ ഷൂട്ടുമായിട്ട് വന്ന്. അപ്പൊ അത് അന്ന് മനസ്സുവർഗൽ സംഭവത്തിൽ റാണി ആ മാറ്റർ എടുത്തിടും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല മാറ്റർ എനിക്ക് ഒരിക്കലും ഇവിടെ പറയണമെന്നില്ലായിരുന്നു. പക്ഷെ അന്ന് സംസാരിച്ചപ്പോഴും അമ്മച്ചിക്ക് ചേട്ടത്തമ്മയ്ക്ക് ബുദ്ധിമുട്ടായെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ലായിരുന്നു. എന്റെ ഒരു പെങ്ങൾക്ക് ഞാൻ കുറച്ചും പറഞ്ഞല്ലേ ഒരു അവസ്ഥ വന്ന ഒരു അമ്മച്ചി എന്ന രീതിയിൽ നമ്മുടെ ആ ജോലിക്കുള്ള സ്ട്രെസിന്റെ പുറത്ത് പെട്ടെന്ന് ഒരു സമയത്ത് അങ്ങനെ ദേഷ്യത്തോടെ പലതും പറഞ്ഞു പോയി. ഇപ്പൊ അത് സണ്ണിച്ചിനെ തിരുത്താൻ തോന്നുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ ഷോ വന്നതുകൂടി പേരന്റൽ കെയറിൽ ഞാൻ ഈ ബ്രദറിന്റെ കേസിൽ ഞാൻ ഇന്ന് ഇമോഷനായി പോയായിരുന്നു. ബ്രദർ ഇത് കണ്ടു. മദ്യത്തിൽ തന്നെയാണ്, ചെറിയ മദ്യത്തിലേക്കാണ് വീട്ടിൽ കിടന്ന് കാണുന്നത്. ഇത് കണ്ട പുള്ളിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഞാൻ സംസാരിക്കുമെങ്കിലും എന്നോട് ഞാൻ അത്ര ഇമോഷനാണ്, ഇവൻ അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള പുള്ളിക്ക് അപ്പോഴാണ് ഒരു തിരിച്ചറിവ്. കണ്ടോ നമ്മുടെ ഒരു പേരന്റൽ കെയറിംഗ് റൗണ്ടില് ഒരു കുടുംബത്തിൽ നിങ്ങളിവിടെ വന്നപ്പോൾ അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ പോലും അടുത്തു പോകുന്നു. ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇവൻ പറഞ്ഞു എനിക്കൊരു പ്രയറിന് പോയാൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ ഒരു 1 വീക്ക് ധ്യാനം കൂടി. എനിക്ക് 2 ഹാൻഡ് ഉണ്ടെങ്കിൽ 2 കൈ വലത്തുണ്ടെങ്കിൽ ഒന്ന് എന്റെ ചേട്ടൻ തന്നെയാണ്. ചാച്ചൻ മരിക്കുമ്പോഴും അവനെ ഏൽപ്പിച്ചിട്ട് പോണത് നിങ്ങൾ ഒത്തൊരുമിച്ച് പോകണം സ്നേഹത്തോട്. പുള്ളി ലാസ്റ്റ് പറഞ്ഞ വാക്കത്ര, വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ വീട്ടിൽ അമ്മച്ചിയുണ്ട്, അമ്മയ്ക്കും കഴിഞ്ഞ ദിവസം ഒരു മേജർ അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതും കൂടി എല്ലാം കൂടി കൺഫ്യൂഷൻ. അപ്പൊ അമ്മച്ചിയും വീട്ടിലുണ്ട്, ഇപ്പം ബ്രദറും ഉണ്ട് വീട്ടിൽ. അത് ബ്രദറിന് ഞാൻ ഇപ്പൊ അവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ്, ഈ ടെൻഡൻസി പറയുക ബ്ലഡ് എന്നുള്ള. അപ്പൊ അതൊരു 85 ദിവസം ട്രീറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിർത്തി. ആള് വളരെ ഇപ്പൊ നല്ല വെളുപ്പിനായിട്ട് പള്ളിയിൽ പോകുന്നു, വണ്ടി ആക്റ്റീവ് എടുത്ത്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ. പിന്നെ എനിക്കൊരു ആഗ്രഹം ചേട്ടന് 4 ഫ്ലോറിൽ ഉണ്ടെങ്കിൽ ചേട്ടന് ഫ്ലോർ കൊണ്ടുവന്ന ആഗ്രഹം അല്ല, അത് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ സന്തോഷിപ്പോ ചേട്ടത്തിയമ്മ വീട്ടിൽ വന്നു, അവരമ്മ അടുപ്പായി. അമ്മച്ചി വിളിച്ചു. ഇന്നലെ അമ്മനെ വിളിച്ച് പറഞ്ഞു ചേട്ടത്തിയമ്മയുടെ അമ്മ വിളിച്ചിരുന്നു, സണ്ണിച്ചനെ എന്നോട് ഇപ്പൊ വിളിക്കാറില്ല. അങ്ങനെ ഈ സംഭവം പറയുന്നത് എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് രാവിലെ കേട്ടപ്പോൾ സത്യം കുളി കയറിപ്പോയി. കാര്യം ഞാൻ അമ്മച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേനെ വിളിച്ചു പറഞ്ഞു സണ്ണിച്ചൻ എന്റെ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാറില്ല, സണ്ണിച്ചൻ വിളിക്കാറില്ല. അപ്പൊ സണ്ണിച്ചോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഷോ കാണുന്നുണ്ട്, ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അമ്മച്ചിയോടും ചേട്ടത്തിയമ്മയോടും ഞാൻ പ്രത്യേകം പറയുന്നു, ഞാൻ അന്നേരം സംഭവത്തിനോട് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സോറി ചോദിക്കുന്നു. എന്നോടൊരു പിണക്കവും വിഷമവും തോന്നരുതും.
തീർച്ചയായിട്ടും ഞാൻ അമ്മച്ചിയായിട്ട് ഇനി വീണ്ടും പഴയ സ്നേഹത്തിന് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ആശ്വാസം തോന്നുന്നു അല്ലെ? ഓക്കെ, ധന്യ. സണ്ണിച്ചന് എന്തായാലും ആ കുടുംബത്തോടുള്ള ഏട്ടനോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്തായാലും ആ പാരന്റൽ കെയറിംഗിൽ റാണി ചേച്ചി